ഒരു ജില്ലാ സെക്രട്ടറിയേക്കാൾ മുകളിലല്ല മമ്മൂട്ടി എന്നാണ് പറയുന്നത്. ജില്ലാ സെക്രട്ടറിയെക്കാട്ടും സംസ്ഥാന സെക്രട്ടറിയെക്കാട്ടും മുകളിലാണ് മമ്മൂട്ടി. നിങ്ങൾ എന്തിനാ മമ്മൂട്ടി നമുക്ക് എൻ്റെ കൂടെ ഇടിച്ചു കയറും? നിങ്ങൾ ഫോട്ടോ എടുക്കണമെങ്കിൽ വേറെ അതിനുള്ള വഴി ഉണ്ടല്ലോ. അതൊരു അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഓരോ സ്ഥലത്തും നിങ്ങൾ പോകുന്നത് മമ്മൂക്കാനെ നമ്മളാളായിട്ട് ചിത്രീകരിച്ചിട്ട് മമ്മൂക്കാൻ്റെ ചെലവിൽ ആളാകാൻ വേണ്ടിയിട്ട്. ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് നിങ്ങളുടെ ആഭാസങ്ങൾ കാണിക്കരുത്. ഇതിൽ ഈ അദ്ദേഹത്തിന് ആക്രമിക്കാൻ എന്താണ് ഉള്ളത്? ഇതൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് നെഗറ്റീവ് ആവുകയുള്ളൂ. വെറുതെ CPM രാഷ്ട്രീയം മറ്റേത് മമ്മൂട്ടിയോട് ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് എങ്ങനെ അയക്കുന്ന ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കും. CPM-മാരന് എന്ത് അർഹതയാണ് മമ്മൂക്കാനെ കുറ്റം പറയാനുള്ളത്? നന്ദി വേണം. അല്ലെങ്കിൽ ചാക്കോച്ചി പറഞ്ഞ പോലെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പിണറായി ആ സമയത്തൊക്കെ പിണറായി എമേർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അന്നും മമ്മൂക്ക വൻമരമാണ്, ഇന്നും മമ്മൂക്ക വൻമരമാണ്. സപ്പോർട്ട് ചെയ്ത ആളാണ് മമ്മൂക്ക. ആ മമ്മൂക്കയുടെ മിനിമം നന്ദി ഉണ്ടാവണം, ഓർമ്മകളുണ്ടാവും. പിന്നെ നിങ്ങളിപ്പോൾ എന്താ വിചാരിച്ചത്? 10 വർഷം ഭരണം കിട്ടിയതിന് ശേഷം എല്ലാം CPM-ൻ്റെ കയ്യിലാണ്. മമ്മൂക്കയാണെങ്കിലും ലാൽ സാർ ആണെങ്കിലും വലിയ രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന ആളുകളാണ്. അത് ആരും അറിയാവില്ല. അപ്പോൾ NSC സാർ തന്നെ അങ്ങനെ തന്നെയായിരുന്നു, ആരും അറിയിക്കാറില്ല. അതെ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നടൻ മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണമാണ്. ഇടത് സഹയാത്രികൻ എന്ന് നമ്മൾ കരുതുന്ന മമ്മൂട്ടിക്കെതിരെ ഇടത് ഹാൻഡിലുകളിൽ നിന്നാണ് രൂക്ഷമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ടൗൺഷിപ്പ് സന്ദർശനത്തിനായി, അതായത് ദുരിതത്തിന് ഇരയായവർക്ക് നൽകിയിട്ടുള്ള ടൗൺഷിപ്പ് സന്ദർശിക്കുവാനായി മമ്മൂട്ടി എത്തി. അപ്പോൾ ജില്ലാ സെക്രട്ടറി K. റഫീഖ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനൊപ്പം നിന്നു. കാര്യങ്ങൾ മമ്മൂട്ടിയുടെ അടുത്ത് നിന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് തന്നെ നീങ്ങി. ആ രീതിയിൽ അടുപ്പം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് മമ്മൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞത്, വളരെ അടക്കത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ അല്പം മാറി നിൽക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കും നിങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന്. ഇതിനെ തുടർന്നാണ് ശക്തമായ ആക്രമണം നേരിടാൻ തുടങ്ങിയത് മമ്മൂട്ടി. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് തീർത്തും സ്വകാര്യ സന്ദർശനമാണ് ഇത് എന്നും മാധ്യമങ്ങളെപ്പോലും അറിയിക്കരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് മമ്മൂട്ടി അവിടെ എത്തിയത് എന്നാണ്. എന്തായാലും നമുക്ക് ഈ വിഷയം പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു, മമ്മൂട്ടിയെ ഇത്രയേറെ രൂക്ഷമായി മുൻപെങ്ങും നമ്മുടെ മലയാളികൾ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശുദ്ധ തെമ്മാടിത്തം എന്നല്ലത് എന്താ പറയുക? പക്ഷെ പാർട്ടിക്കാർ വളരെ രൂക്ഷമായിട്ടാണ്. പാർട്ടിക്കാരല്ല ആരായാലും എന്തായാലും നിങ്ങൾ പ്രോബ്ലം എന്താണ്? പാർട്ടിക്കാരുടെ പ്രോബ്ലം ഒരു ജില്ലാ സെക്രട്ടറിയേക്കാൾ മുകളിലല്ല മമ്മൂട്ടി എന്നാണ് പറയുന്നത്. ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയെക്കാട്ടും മുകളിലാണ് മമ്മൂട്ടി. കാരണം ഈ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആളുകൾ അറിയാൻ തുടങ്ങി ഇന്നും ഇന്നലെയാണ്. മമ്മൂക്കായി മോഹൻലാൽ ലാൽ സാബൊക്കെ തന്നെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, അല്ല 40 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമ ഉണ്ട് ഈ പറയുന്നതിന് വളർന്നിട്ടുള്ള ആളുകളോ ഒക്കെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPM-മാരന് എന്ത് അർഹതയാണ് മമ്മൂക്കാനെ കുറ്റം പറയാനുള്ളത്? നന്ദി വേണം. അല്ലെങ്കിൽ ചാക്കോച്ചി പറഞ്ഞ പോലെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? CPM എന്ന പാർട്ടിയിൽ മുഖ്യധാര രാഷ്ട്രീയ സിനിമക്കാരും സഹകരിക്കാതിരുന്ന സമയത്ത് കുറേ പറഞ്ഞ് സൈഡ് കോളൊക്കെ ചെയ്ത ആളുകളുണ്ട്. അതായത് CPI-കാരായിരുന്നു. ശങ്കരാടി, തിലകൻ, അങ്ങനെയൊക്കെ. NSC സാറാണ് രാഷ്ട്രീയ സജീവമായിട്ട് ഇറങ്ങിയത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെയാണ് ഇറങ്ങിയത്, ഇവരുടെ കൂടെ അല്ല. അന്നേ ഇവരോട് അനുഭാവം പുലർത്തുകയും കൈരളി ചാനൽ ഉണ്ടാക്കിയ സമയത്ത് പിണറായിയുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രൊജക്റ്റായിരുന്നു കൈരളി ചാനൽ. അതിൽ ലാൽ സാറിനെ മമ്മൂക്കാനെ ഒരുമിച്ചാണ് ഇവർ ഡയറക്ടറാക്കാൻ തീരുമാനിച്ചത്. ലാൽ സാർ അവസാനം അത് ബുദ്ധിമുട്ടാന്ന് നോക്കാം. അന്ന് നിൽക്കുകയും കൈരളി ചാനലിൽ അതിനുശേഷം മമ്മൂക്കായുടെ ഒരു കരിയർ തന്നെ മമ്മൂക്കായുടെ ഒരു രീതിക്ക് അനുസരിച്ച് പോയ ചാനലൊന്നല്ല. അങ്ങനെയാണെങ്കിൽ അതിങ്ങനെ ഡൗണായി കിടക്കില്ലായിരുന്നു. താന്നോട്ട് വരും, താന്നു പോയിട്ടും മമ്മൂക്ക അതിനെ കൈവിട്ടിട്ടില്ല. പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ അദ്ദേഹമാണ് നിങ്ങളുടെ എല്ലാ കാലത്തെ ഏറ്റവും വലിയ നേതാവെങ്കിൽ അതാണല്ലോ. 10 വർഷം ഭരണം ഇന്നത്തെ രീതിയിൽ പാർട്ടിയെ രൂപപ്പെടുത്തി. അദ്ദേഹത്തിന് നാട്ടുകാർ മൊത്തം കുറ്റം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനൊപ്പം നിന്ന് മമ്മൂക്ക സജീവമായി നിന്നിട്ട് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനൊപ്പം നിന്ന പിണറായി ആ സമയത്തൊക്കെ പിണറായി എമേർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അന്നും മമ്മൂക്ക വൻമരമാണ്, ഇന്നും മമ്മൂക്ക വൻമരമാണ്. സപ്പോർട്ട് ചെയ്ത ആളാണ് മമ്മൂക്ക. ആ മമ്മൂക്കയുടെ മിനിമം നന്ദി ഉണ്ടാവണം, ഓർമ്മകളുണ്ടാവും. പിന്നെ നിങ്ങളിപ്പോൾ എന്താ വിചാരിച്ചത്? 10 വർഷം ഭരണം കിട്ടിയതിന് ശേഷം എല്ലാം CPM-ൻ്റെ കയ്യിലാണ്. അവർ CPM ശരിയാണ്, 10 വർഷം ഭരണം കിട്ടിയതൊന്നല്ല, പക്ഷെ അതിലും വലിയ കാര്യങ്ങൾ ഈ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളുണ്ട്. അതിലൊന്നാണ് മമ്മൂക്ക, വേറൊന്ന് ലാൽ സാറാണ്, വേറൊന്ന് യേശുദാസാണ്. ഇപ്പോൾ പുതിയ പിള്ളേർ സഞ്ജു സാംസൺ, ആ അഞ്ജു സാംസൺ കൂടിയാണ്. കേസില്ല ഇന്ന് ശ്രീശാന്തും കൂടിയാണ്. മനസ്സിലായില്ലേ? അതിൽ ടോപ്പ് നിൽക്കുന്ന 2 പേരാണ്. ആരുടെയൊക്കെ അണ്ടർ ആരൊക്കെ കണ്ടിട്ടുണ്ട് ഇവർ?
മമ്മൂക്കാനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ AK ആന്റണി, K കരുണാകരൻ, നായനാർ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി സാറ്, AK ആന്റണി ഇത്രയും മുഖ്യമന്ത്രിമാരെ കണ്ടതാണ്. അതെ. സഖാവ് പിണറായി ഇവരെല്ലാം തന്നെ മമ്മൂക്കനെ ഈക്വലായിട്ടാണ് പിന്നെ കരുതിയിരിക്കുന്നത്. പിന്നെ മമ്മൂക്ക അവിടെ എത്തിയത് നിങ്ങളുടെ ആരുടെയെങ്കിലും ദാക്ഷിണ്യം കൊണ്ടാണ്. മമ്മൂക്കാൻ്റെ കഴിവും ദൈവസഹായവും നല്ല ജോയ് തോമസിനെ പോലെയുള്ള നല്ല നല്ല മനസ്സുള്ള കുറച്ച് പ്രൊഡ്യൂസേഴ്സും നല്ല ഡയറക്ടേഴ്സും, അതെ, പിന്നെ നമ്മുടെ യമനികയുടെ KG ജോർജ്, ജോഷി സാറിനൊക്കെ പോലുള്ള ഡയറക്ടേഴ്സും അവരാണ്. അവരാരും നിങ്ങളെ പാർട്ടിക്കാരൊന്നുമില്ല. നിങ്ങളെ പാർട്ടിക്കാരായിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ആ രീതിയിലൊന്നും മമ്മൂക്കാക്കൊന്നും വേഷം കൊടുത്തിട്ടുമില്ല. പലരും അപമാനിച്ച് വിട്ടിട്ടുമുണ്ട്. മോശരിയില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ആർട്ട് സിനിമക്കാരാണല്ലോ ഇടതുപക്ഷക്കാർ. ആർട്ട് സിനിമക്കാരാണല്ലോ ഇടതുപക്ഷക്കാർ. ഇനി ജോയ് തോമസ് പ്രൊഡ്യൂസർ ആരാ? മനസ്സിലാക്കിയാൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റാണെന്നല്ല, നല്ല അച്ചായനാണ്. അവരെ കാണാം. പിന്നെ ജോഷി സാറാണ്. ജോഷി സാർ മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റാണ്. അത് അങ്ങനെ പൊളിറ്റിക്സ് ഒന്നുമില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റാണെന്നല്ലായിരുന്നു. അപ്പം ഇവരല്ലേ വളർത്തിക്കൊണ്ടുവന്നത്. മമ്മൂക്കാനെ കൊണ്ട് നിങ്ങൾക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ പാർട്ടിയായിട്ട് അടുപ്പിക്കുന്നതിൽ മമ്മൂക്ക വളരെ നിർണായകപ്പെട്ട പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ആ ബഹുമാനം മമ്മൂക്കാക്ക് എല്ലാ കാലത്തും നല്ല സഹാക്കൾ കൊടുത്തു. ഇപ്പം പുതിയ ഓൺലൈനിൽ കുറേ സഹാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെ വിചാരം കേരളം ഉണ്ടായത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണെന്നാണ്. ഈ മമ്മൂക്കാനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ പാർട്ടി എന്നാണ് വിചാരം. CPM ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ മെയിൻ സ്ട്രീം പിന്നെ സിനിമക്കാർക്ക് എതിരായിരുന്നു. അവർ ആർട്ട് സിനിമയ്ക്ക് അനുകൂലമായിരുന്നു. അതെ. അവരെ മമ്മൂക്കാൻ്റെ ഒക്കെ പല സിനിമ, ഉദാഹരണമായിട്ട് ഏതാണ് ആ സിനിമ, ജോഷി സാറിൻ്റെ പടം ഉണ്ടായിരുന്നല്ലോ, ധ്രുവം പോലുള്ള സിനിമകളെല്ലാം ഇവിടെ സവർണ ഫാസിസം വളർത്തുന്നു അത് ക്രിറ്റിസിസം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് ഇവർ. അപ്പം മമ്മൂക്കാനെ കൊണ്ട് നിങ്ങൾക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് അടുപ്പിക്കാനും പിന്നെ മമ്മൂക്കാരുടെ ഒരു ഹ്യൂജ് ഫാൻസ് ഉണ്ട്. മമ്മൂക്കാരുടെ ഫാൻസ് അധികം സ്ത്രീകളാണ്. അപ്പം മമ്മൂക്ക സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചാൽ സ്ത്രീകൾക്കിടയിൽ ആ പാർട്ടിക്കും കൂടി കിട്ടുന്ന ആക്സെപ്റ്റൻസ് ആണ്. നമുക്ക് ഞങ്ങൾ തിരിച്ചൊന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് എന്തൊക്കെ ചോദിക്കാമായിരുന്നു അല്ലേ? ഇപ്പം എന്താണ് സംഭവം? നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരൊക്കെ നസീർ സാറിൻ്റെ ട്രഡീഷനാണ്. ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചാരിറ്റി ചെയ്യുക. നമ്മൾ വേറെ ലോകത്ത് എവിടെയും നിങ്ങൾ മറ്റു സിനിമക്കാർ ഈ രീതിയിലൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. മമ്മൂക്കാണെങ്കിലും ലാൽ സാറാണെങ്കിലും വലിയ രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന ആളുകളാണ്. അത് ആരും അറിയാവില്ല. അപ്പോൾ നസീർ സാർ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ആരും അറിയിക്കാറില്ല. അതെ. അപ്പം അദ്ദേഹത്തിന് ആ ഒരു ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ജെന്യൂനായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ട്. അദ്ദേഹം അവിടെ പോകുന്ന മമ്മൂക്ക എന്ന് വെച്ചാൽ മലയാളിയുടെ ഓരോ വീട്ടിലെയും ഒരു ചേട്ടനാണ്. ലാൽ സാർ എന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ പയ്യനാണ്. ഇതാണ് ഇവരെ വിളി. അങ്ങനെയുള്ള ഒരു ചേട്ടനായിട്ടുള്ള മമ്മൂക്ക അവിടെ ആ സ്ഥലം കാണാൻ പോകുന്നു. നിങ്ങളെന്തിനാ മമ്മൂക്കാൻ്റെ കൂടെ ഇടിച്ചു കയറുന്നു? നിങ്ങൾ ഫോട്ടോ എടുക്കണമെങ്കിൽ വേറെ അതിനുള്ള വഴി ഉണ്ടല്ലോ. അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഓരോ സ്ഥലത്തും നിങ്ങൾ പോകുന്നത് മമ്മൂക്കാനെ നമ്മളാളായിട്ട് ചിത്രീകരിച്ചിട്ട് മമ്മൂക്കാൻ്റെ ചെലവിൽ ആളാൻ വേണ്ടിയിട്ട്. ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് നിങ്ങളുടെ ആവാസങ്ങൾ കാണിക്കരുത്. എൻ്റെ നോഡൽ ഓഫീസർ ഒപ്പം ഉണ്ടായിരുന്നു. അതാ ഓഫീസറാണ് ചെയ്യേണ്ടത്. അതെ, ഓഫീസറാണ് ചെയ്യേണ്ടത്. പിന്നെ മമ്മൂക്ക ഇങ്ങനെയോട് മാത്രമേ മമ്മൂക്കാൻ്റെ സ്വഭാവം അനുസരിച്ച് മമ്മൂക്ക സിനിമയിലൊക്കെ മമ്മൂക്ക മിമിക്രി കാണിച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. മമ്മൂക്ക അനുകരിച്ചിരുന്നു. മമ്മൂക്കാൻ്റെ ആരാധനാപാത്രങ്ങൾ ഹീറോസ് എന്നത് ഒന്ന് മറ്റേ എന്താണ് കൊച്ചി ഹനീഫ, വേറൊന്ന് മറ്റേ അഷ്റഫ് ഉണ്ടല്ലോ, അത് ശരി, ആലപ്പി അഷ്റഫ്. ഇവർ രണ്ടാളും അന്നത്തെ പ്രധാനപ്പെട്ട മിമിക്രിക്കാർ. അപ്പോൾ അവരനുകരിച്ചാണ് മമ്മൂക്ക മിമിക്രി ചെയ്തൊരു കാലം മമ്മൂക്കൊക്കെ ഉണ്ടായിരുന്നു. മിമിക്രിക്കാനായി കൊച്ചി നടന്നൊരു കാലം മമ്മൂക്കൊക്കെ ഉണ്ടായിരുന്നു. അത് സിദ്ദിഖ് വന്നിട്ടുണ്ട്. അങ്ങനെ സിദ്ദിഖെല്ലാം കൂടി മിമിക്രി ചെയ്യാൻ, സിദ്ദിഖ് മിമിക്രി ചെയ്യാൻ ഒരു സ്ഥലത്ത് പോയി. അവിടെ തിരിച്ചു പോകുന്നു. അവിടെ നിന്ന് പ്രധാനപ്പെട്ട അവിടുത്തെ ഇൻവൈറ്റി ഉണ്ണിമേരിയാണ്. ഉണ്ണിമേരി സിനിമ വലിയ താരമാണ്. മമ്മൂക്ക അതൊന്നുമല്ല. അപ്പോൾ ഉണ്ണിമേരിൻ്റെ പിന്നെ തിരിച്ചു പോകാനുള്ള ബോട്ടിൽ മമ്മൂക്കാനെ കയറി ഉണ്ണിമേരിക്ക് പിടിച്ചില്ല. അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടായി. പക്ഷെ അമ്മൂക്കാൻ വേണ്ടി തന്നെ അവരെ പോയിക്കോട്ടുന്നു. അതാണ് മൂപ്പര് സിനിമയിൽ കയറുന്നതിന് മുമ്പുള്ളത്. അത് മൂപ്പര് ബേസിക് നാച്ചുറാണ്. ആ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം തന്നെയാണ് മൂപ്പര് ഇവിടെ എത്തിച്ചത്. അപ്പം ഇത് മൂപ്പര് സ്റ്റാർ ആയതുകൊണ്ട് സ്റ്റാറിനെ കാണിച്ചൊന്നല്ല. ഇത് വന്നിങ്ങനെ അദ്ദേഹം ഒരു നല്ല കാര്യം വിചാരിച്ച് അദ്ദേഹം ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ്. ഇനി നമ്മൾ എമ്പതി എന്ന് പറയും. അവിടെ ഇയാൾ വന്ന് കയറേണ്ട വല്ല ആവശ്യമുണ്ട്? അല്ല, മാധ്യമങ്ങളെ ഒന്നും തന്നെ അറിയിക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. അവിടെ കയറേണ്ട ആവശ്യമുണ്ട്? കയറിയിട്ട് ഇയാളാകാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്? ഇത് ഞാൻ വന്ന് മൂപ്പരിപ്പോഴല്ലേ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരോ ഒരാൾ, അതിന് പ്രധാനപ്പെട്ട ഒരാൾ ഇതുപോലെ തന്നെ അവിടെ പോയിട്ട് എന്തോ ഇങ്ങനെ മമ്മൂക്കയും ആളുകളും നമ്മൾ ഇൻട്രാക്ഷൻ ഇടപെട്ട് നമുക്കത് മാറിക്കുന്നു. വയനാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ ഈ അദ്ദേഹത്തിന് ആക്രമിക്കാൻ എന്താണ് ഉള്ളത്? ഇതൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് നെഗറ്റീവ് ആവുകയുള്ളൂ. വെറുതെ CPM രാഷ്ട്രീയം മറ്റേത് മമ്മൂട്ടിയോട് ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് എങ്ങനെ അയക്കുന്ന ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കും. ഈ സൈബർ പോരാളികൾ ഇവരാരാണ്? ഏതും ബോധം ഇവരുള്ള സഖാക്കൾ ഇങ്ങനെ ചെയ്യൂ?
ചെയ്യില്ല അവര്. പിണറായി പോലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ. പിണറായി നിങ്ങൾക്ക് അറിയാലോ, അതിന് മുഖത്ത് പറയാനുള്ള പറയുന്ന ഒരാളാണ്. ഈ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ കുറേ ആളുകൾ ഇപ്പം വന്നിട്ടുണ്ട്, വെട്ടുകിളികളെ പോലെ. അവരാ ഈ പാർട്ടിയുടെ മുഖമാണെങ്കിൽ സ്വാഭാവികമായി ഈ പാർട്ടിക്ക് അത് വലിയ തിരിച്ചടിയുമാകും. ഓക്കെ. കാരണം ഇതിൽ നിങ്ങൾ ഒരു യുക്തിസഹമായ ഒരു സൈഡിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പക്ഷം പിടിക്കാതെ. നമുക്ക് അതിൽ ചെയ്തത് എന്താ തെറ്റ്? ഇങ്ങനെ നിങ്ങൾ ആളുകളെ വേട്ടയാടാൻ തുടങ്ങിയാൽ നിങ്ങളിവിടെ ആളുകൾ ജീവിക്കാൻ സമ്മതിക്കും. അല്ല, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരത്തിലൊരു ടൗൺഷിപ്പുമായി മുന്നോട്ട് പോകുന്നു, ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു, പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതൊക്കെ സർക്കാരിന് ക്രെഡിറ്റായി വരേണ്ടതല്ലേ? ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഈ സർക്കാർ ഇതൊക്കെ ചെയ്തു എന്ന്. അല്ല, ക്രെഡിറ്റായി വരേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ മറ്റ് ഗവൺമെന്റുകൾ ചെയ്യാത്തത് മുടങ്ങിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആ ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു തോട്ട്, അതാണ് CPM ഇപ്പോൾ ലാസ്റ്റ് റിസോർട്ട്. അതാണ്, അതായത് പെർഫോം ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, പറയുന്നത് നിറവേറ്റുന്ന ഒരു ഗവൺമെന്റ്, ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. പിണറായിയുടെ എതിർപ്പുണ്ടെങ്കിലും ആസ് എ ചീഫ് മിനിസ്റ്റർ, ആസ് എ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഫാന്റാസ്റ്റിക് എന്നുള്ള, ഇവിടെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന 4-5% വരുന്ന ലോജിക്കലായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു ചിന്ത മാത്രമാണ് CPM-ന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ ഇലക്ഷനിൽ. അത് ഈ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ അതിനെ നശിപ്പിക്കുന്ന രീതിയിലായി പോയത് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംഭവിച്ച, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ തലമുതിർന്നതും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ചില നേതാക്കളെയൊക്കെ തന്നെ വെറുപ്പിക്കുന്നു, അവരെ ഒതുക്കി നിർത്തുന്നു. അവരോട് കമ്പയർ ചെയ്യുമ്പോൾ കഴിവിൻ്റെയും കോൺട്രിബ്യൂഷൻ്റെയും കാര്യത്തിൽ അവരുടെ 4 അയലത്തെത്താത്ത ചോട്ടാ നേതാക്കന്മാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന, ഓക്കെ MLA ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം, ഇവരെ കൊണ്ടുപോലും ഞാൻ ഉദ്ദേശിക്കുന്നത് G. സുധാകരൻ്റെ കാര്യമാണ്. അദ്ദേഹത്തെ ആലപ്പുഴയിലെ ആൾക്കാർ വിമർശിക്കുമ്പോൾ, പുച്ഛിക്കുമ്പോൾ, ഒതുക്കി നിർത്തുമ്പോൾ അത് ഇടപെട്ട് തിരുത്തേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. അങ്ങനെ ചെയ്തില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ ഒതുക്കി നിർത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ കാണുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മമ്മൂട്ടി സംഭവം, ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. അത് സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് സുധാകരന്റെ കാര്യത്തിൽ, സുധാകരനെ പറ്റി നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഉണ്ട്, CPM-ന്റെ ഒരു എല്ലാ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. പിന്നെ സുധാകരൻ കവിത എഴുതുന്നതുകൊണ്ടും സുധാകരൻ പണ്ട് അല്ല കവിത എഴുതുന്നതുകൊണ്ടല്ല. നമ്മളിപ്പോൾ നോക്കുമ്പോൾ പെർഫോമിംഗ് നേതാക്കന്മാരുടെ കാര്യം നോക്കുമ്പോൾ കേരളത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പെർഫോമിംഗ് ആയിട്ടുള്ള മന്ത്രിമാരുടെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സ്ഥാനം LDF ഭരിച്ച സമയത്ത് ഇന്ന് ഫക്രുദ്ദീൻ പറയുന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ള പല പ്രോജക്റ്റുകളും തുടക്കം കുറിച്ചത് G. സുധാകരനാണ്. കൃത്യമായി പലതിന്റെ പേപ്പറുകൾ പോയത് ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്താണ്. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോ ഇത്തരത്തിലുള്ള നമുക്ക് പൊതുജനങ്ങളുടെ അടുത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം വരും. നമ്മൾ കേരളത്തിൽ കണ്ട പല കാര്യങ്ങളും തുടങ്ങി വെച്ചത് എളമനം കരീമാണ് വ്യവസായ രംഗത്ത്. അത് ഉദ്ഘാടനം ചെയ്യുന്ന രാജീവായിരിക്കും. അത് കണ്ടിന്യൂറ്റിയാണ്. സുധാകരന് നിങ്ങൾ ഇത്തിരി വന്ന ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാര്യം 2 കാര്യമാണ്. സുധാകരൻ എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പുറത്താണ് ആളായത്. അതായത് ഈ ശബരിമല നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുന്ന സ്ത്രീകളെ പറ്റിയിട്ടൊരു കമന്റ്, അതെ, അദ്ദേഹത്തിന്റെ സുകുമാരൻ നായർ സാറിനെ പറ്റിയിട്ട്, സുകുമാരൻ നായർ സാറിനെ ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കി, പക്ഷേ ഏശിയില്ല. അല്ലെ, നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല ഈ പറയുന്ന പോലെ സുധാകരനെ വലിയ സംഭവമാക്കി. സുധാകരന് സന്തോഷം ഉണ്ടെങ്കിലും പോലെ നെഗറ്റീവ് പബ്ലിസിറ്റിന്റെ പുറത്ത് വന്ന ഒരാളാണ്. അന്ന് ആ മിനിസ്റ്റർ BS-ന്റെ മിനിസ്റ്ററിന് മന്ത്രിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഈ പറയുന്ന അസ്ഥാനത്തും പോയിട്ട് കമന്റ് നടത്തും. അന്ന് BS പിണറായി ഓരോ നടക്കുന്ന ഈ 2 സൈഡിൽ നിൽക്കാതെ, എന്നാലും പിണറായി സൈഡിൽ നിന്നുകൊണ്ട് BS-നിട്ട് പണിയും. അങ്ങനെ നിങ്ങൾ മീഡിയക്കാരുടെ നോട്ടം പുള്ളിയായിയാണ് മാറി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ അമ്പലത്തിൽ വന്ന സ്ത്രീകളെ പറ്റിയും അവിടെയുള്ള പൂജാരികളെ പറ്റിയും നെഗറ്റീവ് പറഞ്ഞു. അത് വലിയ രീതിയിൽ ഇവിടുത്തെ ആഘോഷിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന, അതിൻ്റെ ഇടയ്ക്ക് മുമ്പ് സുകുമാരൻ നായർ സാറിനെ വെറുതെ ഒന്ന് മാതാൻ നോക്കി, അദ്ദേഹം അതിൻ്റെ മൈൻഡ് ചെയ്തില്ല, തിരിച്ചൊന്ന് കൊടുത്തപ്പോൾ പിന്നെ ഉണ്ടായി, ഇപ്പം ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി പുറത്ത് വന്നിട്ട് ഉള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പം പിന്നെ അതിൻ്റെ കൂടെ CPM-ന്റെ ഒരു ആ കാലഘട്ടത്തിൽ വന്ന മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഭേദപ്പെട്ട പെർഫോമൻസ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലും ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ് ആര്? എളമരം കരീം, അതുപോലെ പിന്നെ C. രാധാകൃഷ്ണൻ, ശ്രീമതി എടുത്തു പറയേണ്ട പേരാണ്, ശ്രീമതി ടീച്ചർ, പിന്നെ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ മികച്ച തോമസ് ഐസക്കിന് പേഴ്സണലി അദ്ദേഹത്തെ പല രീതിയോട് എനിക്ക് താല്പര്യമില്ല. അന്ന് മികച്ച മന്ത്രിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ഒരാളാണ്. അല്ല, അതന്ന് VS മന്ത്രിസഭ പൊതുവിൽ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ മിനിസ്ട്രി വന്നു. കഴിഞ്ഞ മിനിസ്ട്രിയിലും ആണെങ്കിലും ബാലനെ പോലുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ നിങ്ങൾ പ്രത്യേകം ഇദ്ദേഹം മീഡിയ ആയിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്തു, ഇദ്ദേഹം കവിത ചെയ്യുന്നു, കണ്ടതിന് മൊത്തം ഇദ്ദേഹം വിവാദം ഉണ്ടാക്കുന്നു. അതിന്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ നിങ്ങൾ അത് എടുത്തു കാണിക്കുന്നു. ഇപ്പൊ CPM-ന് ഒരു മന്ത്രിയുടെ പെർഫോമൻസ് എന്ന ബേസിക്കലി അവർക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ചിട്ടാണ്. അല്ല, മന്ത്രി വിചാരിച്ചാൽ അവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയല്ല. അതുകൊണ്ടാണ് ഞാൻ ശൈല ടീച്ചർ ഇടയ്ക്കിടെ ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. കോവിഡ് വന്നപ്പോൾ അവരായിപ്പോയി. അതിപ്പം നാളെ ലിയോ ആണെങ്കിൽ പോലും CPM-ന്റെ സിസ്റ്റം അനുസരിച്ച് അത് വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പം പിന്നെ എത്ര കാലമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരാൾ വന്ന് പുതിയ ബ്ലഡ് വരണ്ടേ, പുതിയ കുട്ടികൾ വരണ്ടേ? അല്ല, ഒരാളെ മാത്രമല്ല സുധാകരൻ അവിടെ നടത്തിയ ചില പ്രസ്താവനകളൊക്കെ ഞാൻ പറഞ്ഞുതരാം.
ഒന്ന് ആരിഫ് ഇയാൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല, ഇയാളെ പോസ്റ്റർ വലിച്ചു കീറി. എന്താന്ന് സംഭവിച്ചത്? ഇയാളെ ചിത്രമുള്ള വലിയൊരു പോസ്റ്റർ അവിടെ ഒട്ടിക്കുകയാണ് ചെയ്തത്, ആരിഫ് ചെയ്തിട്ടുള്ളത്. ഇയാളെ ചിത്രമുള്ള വലിയ പോസ്റ്റർ അവിടെ ഒട്ടിക്കുക ചെയ്തത്. പിന്നെ ഇയാളെ പ്രശ്നം എന്തായിരുന്നു? എച്ച് സലീം അമ്പലപ്പുഴയിൽ വന്നു, അതിന് പിടിച്ച് അയാളെ പിടിച്ച് SDPI-ക്കാരാക്കി. ഇതൊക്കെ അല്ലേ കാണുന്നത്. SDPI മൂപ്പര് പറഞ്ഞിട്ടില്ല ആ രീതിയിലുള്ള സംസാരമായിരുന്നു. നിങ്ങൾക്ക് എല്ലാ കാലത്തും തുടരുന്ന എന്ത് എത്ര സഹാക്കളുണ്ട് ഇവിടെ? ഒന്നും അല്ലാതായി പോയെ. ഒന്നുമല്ല, ഈ പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ട എത്ര സഹാക്കളുണ്ട്? അവരൊന്നും ഒന്നും ആയില്ല, അവരൊന്നും ഒന്നും പറയുന്നില്ലല്ലോ. ഇദ്ദേഹമൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തിരിച്ച് അദ്ദേഹത്തിന് അതിന്റെ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അല്ല, ഒരു നേതാവിനെ ഓക്കെ, നമ്മളിപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു രീതിയുണ്ട്, അതിനൊരു നയമുണ്ട്, ആ രീതിയിൽ കൊണ്ടുപോകണം. ജൂനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കൾ ഒരാളെ ഇത്രയും അധിക്ഷേപിക്കുമ്പോൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സംസ്ഥാന നേതാക്കൾ പറയുക, നിങ്ങൾ പറയേണ്ടതില്ല, ഞങ്ങൾ സംസാരിച്ചോളാം. അപ്പോൾ അദ്ദേഹത്തോട് കാര്യമായി പറഞ്ഞാൽ ഇത് അധിക്ഷേപിക്കുന്നത് അതുകൊണ്ടല്ല. ഇടയ്ക്കാണെങ്കിൽ മൂപ്പര് ഈ പുതിയ രണ്ടാം പിണറായി ഗവൺമെന്റ് ഇട്ട് തോണ്ടുന്നുണ്ട്, അതിന് തിരിച്ചു പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ എത്ര ആളുകൾ ഇപ്പൊ ശ്രീമതി ടീച്ചറിന്റെ ആരൊക്കെ പറയുന്നു. ശ്രീമതി ടീച്ചറിന്റെ അടുത്ത് സ്വർണ്ണമൊക്കെ പോയാലും ആളുകൾ ഭയങ്കര വിഷമമായി, ടീച്ചർ ട്രെയിനിൽ സ്വർണ്ണമൊക്കെ പോയിരുന്നു. ശ്രീമതി ടീച്ചറിന് എന്താ പറയുന്നത്? EP ജയരാജൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു. P ജയരാജേട്ടൻ അവിടെ ഉണ്ടല്ലോ. ഇയാൾ പറയുന്ന പോലെ P ജയരാജേട്ടനാണ് അതിന്റെ ഈ പാർട്ടിക്ക് വേണ്ടി നൽകിയ ത്യാഗത്തിന് ആ രീതിയിൽ റെക്കഗ്നിഷൻ കിട്ടാതെ പോയ പക്ഷേ ഇതുവരെ എന്തെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞു? അദ്ദേഹം സെക്രട്ടേറിയറ്റ് പോലും എത്തിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞപ്പെട്ടല്ലോ ഒരാള് സെക്രട്ടറി ആവാനുള്ള ആളാണ്. അതാണ് ആ പാർട്ടിയുടെ സംസ്കാരം. അപ്പൊ അങ്ങനെയുള്ള പാർട്ടി വേദിയിൽ പോയി, അതായത് മീഡിയയുടെ മുന്നിൽ കാണാൻ വേണ്ടിയിട്ട് ചെയ്യില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് കുറേയേറെ വെട്ടിനിരത്തലും ഒതുക്കി നിർത്തലും ഒക്കെ തന്നെ ഈ പാർട്ടിക്ക് തിരിച്ചടിയാവില്ലേ എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നല്ലോ. ഒന്ന്, ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റി, അതുപോലെ ഷംസീറിന് സീറ്റില്ല. അല്ല, നിങ്ങൾ പറയുന്നത് ശൈലജ ടീച്ചറിന് ഭയങ്കര പോപ്പുലാരിറ്റിയാണ്, ഭയങ്കര സംഭവമാണ്. കേരളത്തെ ആരോഗ്യരംഗം കണ്ടുപിടിച്ച ശൈലജ ടീച്ചറാണ്. അപ്പം എന്താ ടീച്ചർ ചെയ്യേണ്ടത്? ഈ മട്ടന്നൂർ ആരെ നിർത്തിയാലും ജയിക്കുന്ന സീറ്റാണ്. അപ്പൊ ശൈലജ ടീച്ചർ എന്ത് ചെയ്യണം? ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് പോയി ടീച്ചറുടെ കൂടി കഴിവോട് ജയിച്ചു വരട്ടെ, അതല്ല പാർട്ടിക്ക് ആവശ്യം. അത് ആദ്യം ചെയ്യേണ്ടത് പിണറായി വിജയനല്ലേ? പിണറായിയുടെ കാര്യം എന്താണ് കാര്യം? അദ്ദേഹത്തിൻ്റെതായ മണ്ഡലത്തിൽ നിന്നും മാറുന്നില്ലല്ലോ. അദ്ദേഹം മാറുന്നുണ്ടല്ലോ, ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടട്ടെ. ഇവിടെ ജില്ലാ കമ്മിറ്റി അല്ല, പോളിറ്റ് ബ്യൂറോ ഈസ് ഈക്വൽ ടു പിണറായി വിജയൻ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അല്ല, അതൊക്കെ ആയിരിക്കും, അത് ശക്തരായിട്ട് നേതാവാണ്. പക്ഷെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടാൽ പിണറായി ആവും, എന്താ സംശയം? പിണറായി പാർട്ടി എല്ലാ കാലത്തും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ്. പിന്നെ രണ്ട്, പാർട്ടി എന്താണ് എന്ന് അദ്ദേഹം തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിന് യോഗ്യനായതുകൊണ്ടാണ്. ഓക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ പിണറായി ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞ് പിണറായി മാറാതിരുന്നാൽ നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇതിൽ എന്ത് കാര്യമുള്ളത്? ആര് പറയും? അല്ല, പറയട്ടെ, പറയാൻ ശേഷിയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ പറയുന്ന ആളുകൾ. സുധാകരൻ പറയട്ടെ. ഓക്കെ. അല്ല, ഇതിപ്പോ ഓക്കെ, ഇത്തരത്തിലുള്ള കുറേയേറെ സംഭവങ്ങൾ വരുന്നു. ഇനിയിപ്പോ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പൊ എല്ലാവരും പറയുന്നത്, ഇപ്പോ ഫക്രുദ്ദീനും പറഞ്ഞ ഒരു സംഭവം അതാണ്. ഇതൊക്കെ ഈ പാർട്ടി എന്തുകൊണ്ട് യുക്തമായി ചിന്തിക്കുന്നില്ല? ഇങ്ങനെയൊക്കെ അണികൾ അല്ലെങ്കിൽ സൈബർ ഗുണ്ടകൾ ഇറങ്ങുമ്പോൾ അവരെ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. പിണറായി വിജയൻ പോലും മമ്മൂട്ടിയെ വിമർശിച്ചിട്ടില്ല. ഓക്കെ, മമ്മൂട്ടി സ്വകാര്യ സന്ദർശനത്തിന് വന്നു, ഇത്തരത്തിൽ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ സൈബർ ആക്രമണവും ഈ ഇത്തരത്തിലുള്ള ഓവർ അഗ്രസീവായിട്ടുള്ള സമീപനങ്ങളും പലപ്പോഴും ഇടതുപക്ഷത്തിന് ദോഷം ചെയ്തിട്ടുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പിലും അതൊരു വിഷയമായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ ഈ പാർട്ടിയുടെ സൈബർ രംഗ സത്യത്തെ പലപ്പോഴും പാർട്ടിക്ക് ഒരു ബാധ്യതയാണ്. പല കാര്യങ്ങൾ അവരുടെ പലരും CPM-മാർ പോലും അല്ല, അനുഭാവികളോ CPI-ക്കാരോ പഴയ MLA-രോ ഒക്കെയാണ്. അല്ലെ കുറെ മറ്റേ സുഡാപ്പി ലൈൻസുകാരുണ്ട്, കുറെ BJP-ക്കാരും ഉണ്ടാവും. ഇങ്ങനെ പല ആളുകളും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇവർ ഒഫീഷ്യലൊന്നും അല്ലല്ലോ. ഇവര് രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടത് നിരീക്ഷകൻ എന്ന് പറയുന്ന വളരെ പോലെയാണ്. ഇവരൊന്നും ഒഫീഷ്യലൊന്നും അല്ല. ഇവരെ ഇവിടുന്ന് ആക്ട് ചെയ്യുന്നതാണ്. AK സെന്ററിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ ഒരു വിഭാഗം ഉണ്ട്, ആ സെക്ഷനിൽ ഇതൊന്നും വരില്ല. ഇത് ഓരോരുത്തന്മാരെ നമ്മളെ പാർട്ടി സെക്രട്ടറി പറ്റി ഒന്നാ ശരി, ആരാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിവരവും ഇല്ലാത്ത, ഒരു ധാരണയില്ലാത്തവന്മാരാണ്. ഇവന്റെ വിചാരം നമുക്ക് ആ വീട്ടിൽ അരി വയ്ക്കുന്ന ഇവന്റെ പൈസ ഉണ്ടെന്നാ. നിങ്ങൾ കാണാൻ പോകണ്ടേ. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോ ജനങ്ങളുടെ ടൗൺഷിപ്പ് ആണെന്ന് മമ്മൂട്ടി പറഞ്ഞതിനെ UDF എതിർക്കുകയുമാണ്. ജനങ്ങളുടെ ടൗൺഷിപ്പ് അല്ലേ? അതാണ്. അല്ല, അത് നോക്കണ്ട. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കളിക്കും. അവരെ സമയം മനസാക്ഷി കുത്തി രാഷ്ട്രീയക്കാർക്ക് ഇല്ല.
അവർക്ക് അവരുടെ ലക്ഷ്യമാണ്. നമുക്ക് സത്യസന്ധമായിട്ടല്ല, ജനങ്ങളുടെ ടൗൺഷിപ്പ് അല്ലേ. അല്ല, ഇതൊക്കെ തന്നെയാണ് ഒരു പ്രശ്നമെന്ന് തോന്നുന്നു. എല്ലാത്തിൻ്റെയും പിതൃത്വം രാഷ്ട്രീയ നേതാക്കൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കണം ചിലപ്പോൾ ഈ ഫ്രീബീസിൻ്റെ നാടായി നമ്മുടെ തെക്കൻ ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് നേരത്തെ ഉണ്ടത്, ഇപ്പോൾ കേരളത്തിലേക്ക് അത് വരികയാണോ എന്നൊരു സംശയമുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഹിറ്റ്ലറും ജനാധിപത്യത്തെ ഏറ്റവും എതിർക്കാൻ കാരണം ജൂതന്മാർ ഈ രീതിയിൽ ഒരു ജനതയെ ആത്മാഭിമാനമില്ലാത്തവരാക്കി മാറ്റി അവരുടെ കയ്യിൽ ഉപകരണമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ജനാധിപത്യം എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ അതാണ് രാഷ്ട്രീയം, അത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാർ എല്ലാം ഞമ്മൻ്റെന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് അവിടെ ആത്മാഭിമാനം ഇല്ല എന്നാണ്. അപ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിന് ഏറ്റവും വലിയ ദോഷമാണ്. ഒരു രാജാവിന് അതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹം രാജാവാണ്. ജനാധിപത്യത്തിൻ്റെ പ്രോബ്ലം അതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഉടായ്പ കാണിച്ച മാത്രമേ നിങ്ങൾ നിലനിൽക്കാൻ പറ്റൂ. രണ്ട്, ഫ്രീബീസ് മറ്റ് സംസ്ഥാനത്തൊക്കെ കൊടുത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പൊതു ആരോഗ്യ രംഗം, വിദ്യാഭ്യാസ രംഗം, പൊതുഗതാഗതമൊക്കെ വികസിപ്പിച്ചു, നന്നായി. പക്ഷേ നമ്മുടെ പുതിയ ആളുകൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ പിള്ളേർ ലാപ്ടോപ്പ് കൊണ്ട് വീട്ടിൽ വരുന്നു, തമിഴ്നാട്ടിൽ പഠിക്കുന്ന പിള്ളേർ. പക്ഷേ നമ്മളെ വീട്ടിലെ പിള്ളേർക്ക് ലാപ്ടോപ്പ് വേണമെങ്കിൽ നമ്മൾ ബജാജിൽ പോയി ലോൺ എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നാട്ടിലെ ആൾക്കാർ ആലോചിച്ച് തുടങ്ങി, ഇത് മാത്രം ഇപ്പോൾ നമുക്ക് അതും കൂടി വേണ്ടേ എന്ന് ആലോചിച്ച് തുടങ്ങി. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ അതും കൂടി അങ്ങോട്ട്, അത് പണ്ട് ഈ പെൻഷനൊക്കെ ക്ഷേമ പെൻഷനൊക്കെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് കളിയാക്കിയ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. CPI-ക്കാരും പിന്നെ കോൺഗ്രസ്സുകാരൊക്കെയാണ് ഇത് കൊണ്ടുവന്നത്. അതെ, എൻ്റെ വാപ്പയൊക്കെ ഒരുപാട് ആൾക്ക് പെൻഷൻ ഉണ്ടായി കൊടുത്തത്. അന്ന് ഒരു കളിയാക്കി, ഇതോടെ എന്ത് കാര്യം, 200 രൂപ കിട്ടിയിട്ട് എന്ത് കാര്യം. പക്ഷെ അത് വലിയ കാര്യമുണ്ട്. സാധാരണ ജീവിതത്തിൽ 200 രൂപയ്ക്ക് വലിയ വ്യത്യാസം, വലിയ മൂല്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാധിച്ച മറ്റേ ഈ എന്നാൽ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വിമർശിച്ചാണ്. ഇപ്പോൾ ഇവർ അതല്ലേ ഇതുകൊണ്ടിരുന്നത് അടുത്ത കാലത്ത്. അതിനൊക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനമുണ്ട്. അപ്പം അതിനൊക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പം പിന്നെ മാത്രമല്ല, ഈ രാഷ്ട്രീയത്തിൽ പലതും കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പങ്ക് നമുക്ക് കൂടി കിട്ടട്ടെ. സാധാരണക്കാർ വോട്ട് ചെയ്യുന്നവന് കൂടി കിട്ടട്ടെ, നല്ല കാര്യമല്ലേ. എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഈ പങ്ക് അല്ലേ? എല്ലാവരും കിട്ടുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാർക്കും കിട്ടുന്നുണ്ട്. പിന്നെ അപ്പം അതിൻ്റെ ഒരു പങ്ക് നമുക്ക് ജനങ്ങൾക്ക് കൂടി കിട്ടട്ടെ ഒഫീഷ്യലായിട്ട്. അതെ, ഇപ്പോൾ ഭരിക്കുന്നവർക്കും കിട്ടുന്നുണ്ടാവണം. നേരത്തെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരമുള്ള തന്നെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയം കൊണ്ട് പൊതുവായ ഗുണങ്ങൾക്കൊപ്പം ഒരു കോഴിക്കുട്ടീനെ നമ്മളെ വീട്ടിലും കിട്ടട്ടെ, ഒരു ആടുംകുട്ടീനും കിട്ടട്ടെ, നല്ല കാര്യമല്ലേ. ഒരു ഫ്ലാറ്റ് TV നമ്മളെ വീട്ടിലും വരട്ടെ. അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കുറേയേറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. നടക്കൂ വല്ലതും. അതായത് 3000 രൂപയാക്കിയിട്ടുണ്ട്, ക്ഷേമ പെൻഷൻ ആക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. UDF വന്നു കഴിഞ്ഞാൽ ആക്കലായിരിക്കും. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. അങ്ങനെ ഒട്ടേറെ ഞെട്ടിപ്പിക്കുന്ന ഓഫേഴ്സൊക്കെയാണ്. അല്ല, ഓഫേഴ്സ് നടപ്പിലാക്കിയത് നല്ലതെന്ന് ഞാൻ പറയും. കാരണം ജനാധിപത്യത്തിൽ ഈ 5 പൈസ വേണ്ടാത്തൊരു ബിസിനസ്സാണ് ജനാധിപത്യം, ഈ രാഷ്ട്രീയം. നിങ്ങളെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം 4 കോടിയും ഗുസ്തിയും KSRTC വിസ കല്ലാതെയുള്ള ശേഷിയും മതി. പിന്നെ KSRTC വകുപ്പ് മന്ത്രിയാവുന്ന സമയത്ത് ഈ ബസ്സിന് കല്ലെന്ന് പൊതുമുതൽ നശിപ്പിക്കാൻ ഒരു കരച്ചിലും കഴിച്ചില്ലേ. ഈ പറയുന്ന പോലെ അതൊരു തരത്തിലുള്ള അയറണിയാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ലാത്ത. നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ വന്ന് വലിയ സമ്പന്നമായിട്ട് പലരും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുക, പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ഇവർക്ക് ഈ പൈസ ഒക്കെ എവിടെ നിന്ന് വന്നു? അപ്പോൾ അവരാ രീതിയിൽ മെച്ചപ്പെടുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൽ നമുക്കും ഈ വോട്ട് ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടണ്ടേ? യെസ്, തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ടത് കിട്ടണം, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ്. അത് തന്നെ, അതിനെന്താ പ്രശ്നം? അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വൈകിട്ടാണ് മനസ്സിലായത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്യുമ്പോൾ ഈ അതിനിടയ്ക്ക് എന്താണ് ഈ ചോർച്ച കുറവായിരിക്കും. അത് കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്യും. നീ വല്ലവനും ചോർത്തിയാൽ അവർ ഇന്റേണലി അത് അവന് നോട്ടപ്പുള്ളിയാക്കുകയും ചെയ്യും. പക്ഷെ അവനെ കൊണ്ട് പ്രത്യേക ഗുണം മറ്റും ഉണ്ടെങ്കിൽ അത് ചവിട്ടി പിടിച്ചൊക്കെ പോകുള്ളൂ എന്നാലും വേറെ. ഈ വൈകിയാണ് ചോർത്താൻ തുടങ്ങിയത് എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ശബരിമല കൊള്ളയൊക്കെ പുറത്തേക്ക് വന്നതും അതൊക്കെ ക്രമക്കേടിന്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ചതും? എന്ത് ചോർത്താണെങ്കിൽ അവിടെ സ്വർണം കട്ടു, അതിനോടൊപ്പം തന്നെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അവിടെയും ക്രമക്കേട്, ലോക കൊള്ള നടത്താൻ ശ്രമിച്ചു, അവിടെയൊക്കെ തന്നെ മൂക്കിടിച്ച് വീണ് ജനങ്ങൾക്ക് മുന്നിൽ ലഭ്യരായി നിൽക്കുന്ന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ അയ്യപ്പന്റെ അവിടെ ക്ഷേത്രം കൊള്ള നടത്തിയത് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ മുമ്പ്, ഇപ്പൊ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഇപ്പം അതിനെപ്പറ്റി 3-4 ആളുകൾ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അവിടെ ഇറേഡിയം, ഈ മറ്റേ ആശയം ഉണ്ടല്ലോ വിജയമല്യ, അവിടെ സ്വർണം പൂശി ഇറേഡിയം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിന്റെ ഇങ്ങനത്തെ ഇന്നിപ്പോ ഈ എൻ്റെ നിങ്ങൾ നിൽക്കുമ്പോൾ സോണിയാഗാന്ധി വരെ ഉണ്ട് സംശയത്തിന്. ഫോട്ടോ കൈ കെട്ടി, ഫോട്ടോ ആർക്കും എടുക്കാത്ത, ഇത് കയ്യിൽ മറ്റേ രക്ഷ കെട്ടി കൊടുക്കുന്നതല്ലേ, അങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് അടൂർ പ്രകാശ് അതിനെപ്പറ്റി കൃത്യമായ ഉത്തരവില്ല, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ അതവിടെ കേൾക്കട്ടെ. പിണറായിനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഈ വിഷയത്തിൽ. കോൺഗ്രസ് ഇപ്പം മിണ്ടുന്നില്ലല്ലോ. പിണറായി സോണിയാഗാന്ധി പറഞ്ഞ അവിടെ നിർത്തിയപ്പം പിന്നെ കോൺഗ്രസ് മിണ്ടുന്നില്ല. നീ അങ്ങനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. പിന്നെ എല്ലാവരും കുടുങ്ങും എന്നുള്ളതായിരിക്കും. സംഘം എല്ലാവരും കുടുങ്ങും എന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ല, സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം ആണത്.
സിസ്റ്റത്തിന്റെ പ്രോബ്ലമാണ്. Okay. അതാണ് അത് കുടുങ്ങുന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒന്നും മിണ്ടാത്ത കോൺഗ്രസ് എന്താ ഒന്നും മിണ്ടാത്തത്? എന്താണൊന്നും മിണ്ടാത്തത്? പിണറായി ഒറ്റ വാക്കേ വന്നിട്ടുള്ളൂ, സോണിയാഗാന്ധിയുടെ കയ്യിൽ രക്ഷ കെട്ടാൻ ഇയാൾ എങ്ങനെ അവിടെ എത്തി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ല, വേറൊരു കാര്യം അവർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഒരു കോർപ്പറേറ്റ് മുതലാളി ആംബുലൻസ് സംഭാവന ചെയ്തപ്പോൾ അത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വരുന്നു, ആ ചടങ്ങിൽ എങ്ങനെ ഈ പോറ്റി വന്നു എന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ പോറ്റി എല്ലാവരുടെയും അല്ല, പോറ്റി അവിടെ ഇവിടെയൊക്കെ പല ഇങ്ങനെ എല്ലായിടത്തും വലിഞ്ഞു കയറുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ വേറെ ചില ദല്ലാൾമാരെ പറ്റി കേട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവര് ആ മുതലാളിയുടെ ആളായിരിക്കും, അങ്ങനെ വരുന്നതാണ്. പിന്നെ മാത്രമല്ല, മുതലാളിയുടെ ആളായിരിക്കും, പിന്നെ പൂജാരിയാണ്, അയാൾ വിത്ത് കുടുംബം ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ കടന്നു പോയി അടുത്ത ദിവസം നിങ്ങൾ പറയും ബ്രാഹ്മണ സ്ത്രീയോടും കുടുംബത്തോടും കടക്ക് പുറത്തു എന്ന് പിണറായി പറഞ്ഞു. ഇത് പിണറായിയുടെ സവർണ വിരുദ്ധ അജണ്ടയാണ്, ഫാസിസമാണ്. നിങ്ങൾ തന്നെ പറയും. സോണിയാഗാന്ധിക്ക് ഇത് പറയാം. എന്ത് സോണിയാഗാന്ധി അങ്ങനെയല്ലല്ലോ, ഇത് ഫോട്ടോ എടുത്തതല്ലോ, കയ്യിൽ കെട്ടിയല്ലേ. അങ്ങനെ ഒരുമിച്ചാവുക? കയ്യിൽ ഈ സാധനം കെട്ടി കൊടുക്കുന്നത് ജസ്റ്റ് ആംബുലൻസിന്റെ വിതരണമായിട്ട് വന്നപ്പോൾ അയാൾ വരുന്നു, അയാൾ പിന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചോദിക്കുന്നു, മുഖ്യമന്ത്രി ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തിരിയുന്ന സംഭവം എടുത്തൊരു ചെവിയിൽ പറയുന്നു എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടാക്കി. എന്താ അതിലിപ്പോൾ ഹോൾഡ് ചെയ്യാതെ കോൺഗ്രസ്സുകാർ? മറ്റേതല്ലല്ലോ, കയ്യിൽ സോണിയാഗാന്ധിനെ നീ ഒന്ന് പോയി, ഇയാൾ വലിയ ജേർണലിസ്റ്റ് അല്ലേ ഇവിടെ, ഒന്ന് പോയിട്ട് സോണിയാഗാന്ധിനെ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്ക് ഡൽഹിയിൽ. ശരി, നടക്കുകയല്ല. അന്നപ്പാണ് ഇങ്ങനെ അവിടെ പോയി 2 MP സ്ഥാനത്ത് കൈ രക്ഷ കെട്ടി കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കൂടുതൽ അവർ പറഞ്ഞു. രക്ഷ കെട്ടി കൊടുക്കുന്നതും ക്രമക്കേട് തമ്മിൽ എന്തെങ്കിലും രക്ഷ കെട്ടി അല്ല, അത് ബന്ധമല്ല, പ്രോക്സിമിറ്റി അല്ലേ കാണിക്കുന്നത്, ഇയാൾ അധിക സ്വാധീനമല്ലേ കാണിക്കുന്നത്. ഇത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ബന്ധപ്പെടുത്തി കൊടുത്തവർ പറഞ്ഞു കാണും, ഇദ്ദേഹം ശബരിമലയിലെ വലിയ പൂജാരിയാണ്, ഇദ്ദേഹം ഇത് കയ്യിൽ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ പാർട്ടി വിജയിക്കും, നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞു കാണാം. ഇവര് ഭയങ്കര ക്രിസ്ത്യൻ മതവിശ്വാസിയാണല്ലോ സോണിയാഗാന്ധി. അവർക്ക് എന്തോന്ന് പിന്നെ ഹിന്ദുക്കളുടെ ഈ വിശ്വാസം എന്ത് കാര്യം? മാത്രമല്ല, ആർക്കൊക്കെ ഇവിടെയൊക്കെ ഇറ്റലി എന്തൊക്കെ ഷോറൂമൊക്കെ ഉണ്ടെന്ന് ഇവിടെ വായിച്ചിരുന്നേ. കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ആന്റിക് സാധനങ്ങൾ ബിസിനസ് ഉണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക്. അതിന്റെ പേരെന്താ, ഗംഗയോ ദേവലോകോ അങ്ങനെ എന്തോ പേരുണ്ട്, ഗണപതി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള കുറേയേറെ സംഭവങ്ങളിൽ ഞാൻ ഈ ശബരിമല വിഷയം എടുത്ത് ഇടാനുള്ള കാരണം, ഫക്രുദ്ദീൻ പറഞ്ഞു ഇടതുപക്ഷക്കാർ അവസാനമാണ് അല്ലെങ്കിൽ വൈകിയാണ് ഇത്തരത്തിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ ഭരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റുകൾ സ്വന്തമാക്കാൻ തുടങ്ങിയത് എന്ന്. അങ്ങനല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, പൊതുവെ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചില രാഷ്ട്രീയക്കാർക്കൊക്കെ തന്നെ ചില പാർട്ടികൾ ഇങ്ങനെയുള്ള ആളുകൾ എണ്ണം കുറവാണ്, ചില പാർട്ടികൾ കുറവാണ്, പിന്നെ സാധാരണ കൂടുതലാണ് ചില. അപ്പോൾ ഒന്നും അല്ലായ്മ എന്ന് വന്ന് പെട്ടെന്ന് പൈസക്കാരായിട്ട് രാഷ്ട്രീയം കൊണ്ട് മാത്രം വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല പൈസക്കാരായിട്ട് നേതാക്കന്മാരെ എടുത്തു നോക്കും. എങ്ങനെയാണ് ഇവർക്ക് ഈ സമ്പത്ത് വന്നത്? 5 പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ഗംഭീരമായി നടത്താൻ പറ്റുന്ന, നിങ്ങൾക്ക് തൊലിക്കട്ടിയും ചങ്കുറപ്പും മാത്രമേ നടത്താൻ പറ്റുന്ന ബിസിനസ്സാണ് ഈ പൊളിറ്റിക്സ്. അപ്പൊ അങ്ങനെ അവരുണ്ടാക്കുമ്പോൾ ഒരു പങ്ക് നമുക്ക് കൂടി കിട്ടട്ടെ. അല്ല, അതാണ് ഞാൻ ചോദിച്ചു വന്നത് തുടക്കം മുതൽ തന്നെ. ഈ രാഷ്ട്രീയത്തിൽ ശുദ്ധന്മാരില്ല തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ശുദ്ധന്മാരില്ല എന്ന് എബ്രാഹിം ഖുറേഷി പറഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രേ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, വൈറ്റും ബ്ലാക്കും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ച് മമ്മൂട്ടിയിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള ജനങ്ങൾ കരുതുന്നു, ഓക്കെ, വാട്ട് എവർ മേ ബി ദ അതർ സൈഡ്. ഇതിന്റെ ഗുണന്താ, ഇവന്മാർ സൈബർ അറ്റാക്ക് നടക്കുന്നു. സത്യത്തിൽ മമ്മൂക്കാന്റെ ഇമേജ് കൂടെയല്ലേ ചെയ്തത്? അതാണ്. മമ്മൂക്ക എപ്പോഴും അങ്ങോട്ട് മായിക്കട എത്തിക്കണ്ണ എന്ന് പറയുന്ന വലിയേട്ടനാണ് എന്നുള്ള രീതിയിൽ മമ്മൂക്കാന്റെ ഇമേജ് മമ്മൂക്ക ഫാൻസിന്റെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും പൊതുസമൂഹത്തിന്റെ ഇടയിൽ കൂടിയിട്ടല്ലേ ഉള്ളൂ. അതെ, ഇങ്ങനെയുള്ള ഉമ്മാക്കിയിട്ട് മേടിക്കുന്ന ആളാണ് മൂപ്പര്. ഇതിൽ ലെവലിലേക്ക് എന്തൊക്കെ കണ്ടത്? കാരണം ഇത് എനിക്ക് തോന്നുന്നു, ഈ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയും ജയിക്കണം, അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനല്ല. ഇത് ആ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ഭയങ്കര ഷെയിമായി പോയി. പിന്നെ എല്ലാം നമ്മുടെ പാർട്ടി വിചാരിച്ചിട്ടാണ് ഈ കേരളത്തിൽ ഈ ഭൂഗോളം മൊത്തം കറങ്ങുന്നതെന്ന് വിചാരിച്ചെടുക്കുന്ന പാർട്ടി സഹാക്കളുണ്ട് സൈബർ ലോകത്ത്. ഞാൻ മുമ്പ് പറയുന്ന ജെൻസി പോലുള്ള സാധനങ്ങള്. അപ്പോൾ അവരുടെ മുഖത്ത് കിട്ടിയ അടിയായിപ്പോയി. അപ്പൊ എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല. അപ്പൊ സ്ഥിരം രീതിയിൽ പ്രതികരിക്കുന്നതാണ്. ഇതൊക്കെ അബദ്ധമായി മാറിയുള്ളൂ. അപ്പൊ എന്തായാലും അബദ്ധങ്ങൾ ഒത്തിരി ഉണ്ട്. അതിൽ ഒടുവിലത്തേതാണ് മമ്മൂട്ടി എപ്പിസോഡെന്ന് ഞാൻ തരത്തിൽ പോയി കളിയുടെ ആവർത്തിക്കുന്നു. ഒത്തിരി അബദ്ധങ്ങൾ സംഭവിച്ചു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് അബദ്ധങ്ങൾ പറ്റാത്ത അല്ല അബദ്ധങ്ങൾ ഒരു എല്ലാവർക്കും പറ്റാറുണ്ട്. CPM-ന് താരതമ്യേന അബദ്ധങ്ങൾ കുറച്ചേ പറ്റാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ അവർ ഓരോ കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കുക. അവർക്ക് സ്ക്രീനിങ് നടത്താനുള്ള കൃത്യമായ കമ്മിറ്റികളും സംവിധാനമുണ്ട്.
അതുകൊണ്ട് ചിലപ്പോൾ അല്ലേ ഞാൻ ചോദിക്കുന്നത്, ചിലപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഓപ്പണായി പറയുന്നുണ്ട്, ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഇത് ചെയ്താൽ, മലയാളികൾ പറയുന്നത് കോൺഗ്രസ്സുകാർ ഇത് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ഇത്തരത്തിലുള്ള വീഴ്ചകൾ പണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വീഴ്ചകൾ, ഇത്തരം അഴിമതി, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അത് സഹിക്കാൻ പറ്റില്ല എന്നാണ് ജനങ്ങൾ ഓരോ വിഷയങ്ങൾ കാണുമ്പോഴും പറയുന്നത്. അത് ജനങ്ങൾ വെറുതെ പറയുന്നതല്ലേ. ഇടതുപക്ഷം എന്ന് വെച്ചാൽ എന്താണ്? സോവിയറ്റ് റഷ്യയിൽ ഉണ്ടായിരുന്ന പാർട്ടി സർവാധിപത്യം നല്ല ഇവിടെ ഭൂഷ്യ ഡെമോക്രസിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണിത്. അതൊന്നും അവർ നമ്മൾ ശരിയല്ല. അതാണ് അതിന്റെ ബേസിക് സംഭവം. സ്വാഭാവികമായിട്ടും എന്താണ്, ആ ഭൂഷ്യ ജനാധിപത്യത്തിന് എല്ലാ സ്വഭാവവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരും. പിന്നെ അത് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സിസ്റ്റം അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആ പാർട്ടിയെ വിശ്വാസമുണ്ട്. അത് നിങ്ങൾ വിശ്വാസം സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ആ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തുരങ്കപാത ഉണ്ടായിത്തരുന്നു, നിങ്ങൾ വിഴിഞ്ഞം പോർട്ട് ഉണ്ടായിത്തരുന്നു. പണ്ടേട്ടല്ല, അത് പരിപാടി തുടങ്ങിയ ഇവിടെ അല്ലേ ഉമ്മൻചാണ്ടി സാർ 8 പോയിട്ട് പിന്നെന്താ ഒരു വീരം ഉണ്ടായിരുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടി സാർ ശ്രമിച്ചതുകൊണ്ട് ശരിയാണ്. പിണറായി വന്നപ്പോലെ പണിയാണ് അദാനി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ സംഭാവന. ഉമ്മൻചാണ്ടി സാർ സമ്മാനിച്ച, പക്ഷേ കോൺഗ്രസ്സുകാർ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാ. ഉമ്മൻചാണ്ടി സാറിന്റെ വായിക്ക് വന്നതാണ് പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങളെ കമ്മിറ്റി തന്നെ തോന്നുന്നു പറ്റിയ ന്യൂസ് വന്നത്. പിന്നെന്താണ്, ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റേ ഗ്യാസ് ലൈൻ പൈപ്പ് വഴി ഗ്യാസ് വരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഓണ സമയത്ത് കിറ്റ് വന്നു. ഈ ക്ഷേമ പെൻഷനുകൾ കൂട്ടി, കാരണം രക്ഷപ്പെട്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. കിറ്റ് യാഥാർത്ഥ്യമല്ലേ? പിന്നെ മനുഷ്യന് ഏറ്റവും വലിയ അത്യാവശ്യം എന്താണ്? മനുഷ്യന് വേണ്ടത് വായു, വെള്ളം, ആഹാരം. പിന്നാണ് പാപ്പടം പോലും വരുന്നത്. ആ സമയത്ത് കിറ്റ് കൊടുത്തു. രാഹുൽ ഗാന്ധി കൊടുത്തു വിട്ടു ആയിരക്കണക്കിന് കിറ്റ്. അത് നിലമ്പൂര് ഗോഡൌണിൽ നശിച്ച് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ? അതാണ് ഇതിന്റെ വ്യത്യാസം. അത് എത്തിക്കുക എന്നുള്ളതാ. അതായത് വീടുകളിൽ എത്തിക്കുക, അർഹിക്കുന്നവർ എത്തിക്കുക എന്നുള്ളത്. അത് പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പ്രളയ സമയത്തൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന കിറ്റുകളുടെ കാര്യത്തിൽ, അതിൽ ഭക്ഷ്യസാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഇവയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതും പല സ്ഥലത്തും കെട്ടിക്കിടന്ന് നശിച്ചു പോയിട്ടുണ്ട്. അന്നൊരു വാശി ഉണ്ടായിരുന്നു, സർക്കാരിലൂടെ മാത്രമേ പറ്റൂ എന്നാണ് പറഞ്ഞത്. സർക്കാരിലേക്ക് എത്തിച്ചു, അത് അവിടെ കിടന്ന് നശിച്ചു എന്നുള്ളതാണ്. അതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ ദൃക്സാക്ഷിയാണ്. കൃത്യമായി എനിക്കറിയാവുന്ന കാര്യമാണ്. അല്ല, ഈ വിഷയം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഏതായാലും ഈ പറയുന്ന രാഹുൽ ഗാന്ധി നശിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ സെലക്റ്റീവായി കണ്ടതല്ല. നിങ്ങൾ ഈ പറഞ്ഞ വിഷയം ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത് മാത്രമല്ല, ഈ പിന്നെ ഇത് പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് അടിച്ചു മാറ്റി. അതിപ്പോ ഏതെങ്കിലും ചില ജീവികൾ അടിച്ചു മാറ്റും. അത് വിചാരിച്ച് മൊത്തം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടില്ലല്ലോ. മൊത്തം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടില്ല. ഇല്ലാത്ത കോഡ് ഉണ്ടാക്കി കണക്കേജ് അടിച്ചിട്ടില്ലല്ലോ. അത് സ്വാഭാവികമാണ്. കച്ചേരി നടത്തി. അല്ല, അത് അയ്യപ്പ സംഗമത്തിൽ അല്ല, അയ്യപ്പ സംഗമത്തിന്റെ കാര്യം എന്താണ്? അത് അതുമായി ബന്ധപ്പെട്ട ചില സംഘാടകർ അതിലെ വെട്ടിപ്പെടുത്തി. അത് ആരാ പിടിച്ചതാരാ? പിടിച്ചത് ഈ ഗവൺമെന്റ് എന്നെ നിശ്ചയിച്ചിട്ടുള്ള ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമല്ലേ പിടിച്ചത്. അതിനെ വിജിലൻസ് ആരുടെ അണ്ടറില്ല. ഈ വിജിലൻസ് ആരുടെ അണ്ടറില്ല. ഇതിന്റെ അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ ഓഡിറ്റിംഗിന്റെ സമയത്താണ് പിടിച്ചത്. അപ്പൊ ഓഡിറ്ററെ ആദ്യം ചാടിച്ചു. എന്തുകൊണ്ട് ഞങ്ങളോട് പറയാതെ കോടതിയിൽ കൊടുത്തു എന്നുള്ള അവസ്ഥയാണോ? അല്ല, അതിന്റെ കാര്യമല്ല. ഇത്തിരി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഓഡിറ്റർ അവിടെ കിടന്നിട്ട് ഇത് ലീക്ക് ചെയ്യുന്ന സംവിധാനം ഉണ്ടല്ലോ, ആ ലീക്ക് ചെയ്യുന്ന സംവിധാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അത് സ്വാഭാവികമാണ്. അല്ലാതെ അവിടുത്തെ പിന്നെ അയ്യപ്പ സംഘം നടത്തിയിട്ട് വേണം ഇവിടെ അരി മേടിക്കുക. അതിലൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ സമീകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ UDF സംവിധാനത്തെയും LDF സംവിധാനത്തെയും പരസ്പരം സമീകരിച്ചു രണ്ടും ഒന്നാണെന്ന് പറയാൻ ശ്രമിക്കരുത്. നിങ്ങൾ നോക്കിയാൽ മതി. മറ്റേത് ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ചില മനുഷ്യന്മാർ അവരുടെ ഒരു ശ്രമം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ സിസ്റ്റം പ്രവർത്തിച്ചിട്ടില്ല. ഇവിടെ എന്താ, സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റം പ്രവർത്തിച്ച് സ്വാഭാവികമായിട്ട് ചില വീഴ്ചകളൊക്കെ ഉണ്ടാവും. ആ വീഴ്ചകൾ ഒന്നീ പെട്ടെന്ന് തിരുത്തുക, അല്ലെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഇതുവരെ അവർ തിരുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ തുടർഭരണം. അതുകൊണ്ടാണ് VS-ന് തുടർഭരണം കിട്ടുമായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. അതില്ലാതാക്കിയത് അവരുടെ പാർട്ടിക്കാർ വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ്, അവരുടെ പാർട്ടിക്കാരുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പം കമ്മ്യൂണിസ്റ്റുകാരനെയും LDF സംവിധാനത്തെയും UDF സംവിധാനത്തെ ഒരേപോലെ കാണുന്നത്. ഇത് കുറച്ചും കൂടിയൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. അത്രേ ഉള്ളൂ. അവയാച്ച് പെർഫെക്റ്റ് ആണെന്ന് ആരും പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ, അതായത് ജനങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും, മമ്മൂട്ടിയെ പോലുള്ളവരൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും ആകെ കിട്ടാനുള്ള വോട്ട് കൂടി നഷ്ടപ്പെടുത്തരുത്. അത് മാത്രമാണ് പറയാനുള്ളത്, അല്ലേ? ഈ സൈബർ രംഗത്ത് ഇപ്പം വന്ന കുറെ ഈ മാരീജന്മാരുണ്ട്. അപ്പൊ മാരീജൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചോണ്ട് അപ്പം മറ്റാരെങ്കിലും വേഷം മാറ്റി വിട്ടിരിക്കുന്നതായിരിക്കും. അല്ല, അത് ഒന്ന് ഹൈപ്പ്, ഒന്ന് ഇമോഷണൽ സാധനം ഉണ്ടല്ലോ, അതിന് കിട്ടിയൊരു അടിയാണ് ഒന്നാമത്തത്. അത്
എന്താണ് അപ്പൊ അത് ഇവരൊന്ന് ഹത്യ ചെയ്തു. ഉം. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിലിപ്പോ ഇടതുപക്ഷക്കാരായി പുറത്ത് കുറെ മരീചന്മാരുണ്ട്. അത് ചിലരൊക്കെ ഇപ്പം തന്നെ മുഖ്യമന്ത്രി ശ്രദ്ധിക്കാത്തതുകൊണ്ട് വിഷമം പറഞ്ഞ് പുറത്തു പോയി. ഇപ്പൊ പല പല സ്ഥലത്തേക്കും പോയി, വേറെ പല പാർട്ടിയിലേക്കും പല പാർട്ടിയിലേക്കും പോയി. ആണോ? ആ അപ്പൊ അങ്ങനെ ഉള്ള കുറെ ആളുകൾ വേറെ ഉണ്ട്. ഉം ഉം. അവര് കളിക്കുന്നുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഈ ഡിവൈഎഫ്ഐക്കാരൊക്കെ ഒന്ന് വിട്ടൊന്ന് വിരട്ടിപ്പിച്ചാൽ മതി. ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാൽ മതിയല്ലേ പണ്ടത്തെ പോലെ. അത്രേ ഉള്ളൂ. എനിക്കൊന്നുമില്ല, മമ്മൂട്ടിക്കെതിരെയുള്ള മമ്മൂക്കൊക്കെ വ്യാസാനെതിരെയുള്ള അങ്ങനെയുള്ള ക്യാമ്പയിനൊന്നും പാർട്ടി സമ്മതിക്കില്ല. ഓക്കെ, സമ്മതിക്കാതിരുന്നാൽ കൊള്ളാം. സമ്മതിക്കില്ല. പക്ഷെ ഇതും അതുപോലെ തന്നെയാണ്. ആക്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിർത്തിനിട എന്ന് പറയാനുള്ളൊരു ടൈംലി ആയിട്ട് പറയാനുള്ളൊരു നീക്കം നടത്തേണ്ടതായിരുന്നു പാർട്ടി നേതാക്കൾ. അല്ല, അത് ഉള്ളിൽ കൂടെ പുറത്ത് പറയണ്ടല്ലോ, നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും മമ്മൂട്ടി എന്താ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒത്തിരി ദേഷ്യവും ഇല്ലെന്നേ, ഞാൻ അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന കണ്ടിരുന്ന കുറേയേറെ നല്ല നേതാക്കളുടെ നിര തന്നെയുണ്ട്. പണ്ടെടുത്ത് നോക്കുമ്പോൾ വി എസ് അച്യുതാനന്ദന്റെ സർക്കാർ പ്രവർത്തിച്ചത് കണ്ട ആളാണ്. ആ കാലവും ഈ കാലവും രണ്ടാണ് മാഷേ. നിങ്ങളാ എന്തെങ്കിലും ഇതുപോലെ ഡ്രസ് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഷർട്ടല്ലേ ഇട്ടത്. നിങ്ങളെ മോൻ ഇടാൻ പോകുന്നത് എന്തായിരിക്കും? മറ്റേ ബോക്സ് സൈസ് ഉപയോഗിക്കുന്ന മറ്റേ ബനിയനെ കഴിക്കാൻ അവനിടുക. അത് കാലത്തിന്റെ മാറ്റാണ്. കാലം പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അല്ലെങ്കിൽ മനുഷ്യർ പണ്ട് ജീവിച്ചു, ഇപ്പോഴും ജീവിച്ചു. അഴിമതി പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അഴിമതി പക്ഷെ താരതമ്യം LDF അഴിമതി കുറവാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തായാലും മമ്മൂട്ടി എപ്പിസോഡ് അത്തരത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ഇടത്തിൽ അത് വലിയ രീതിയിൽ മമ്മൂട്ടിക്കെതിരെയുള്ള ആക്രമണമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തായാലും മമ്മൂട്ടി വ്യക്തിപരമായി തൻ്റെ നന്മയുള്ളത് കൊണ്ട്, ആത്മാർത്ഥതയുള്ളത് കൊണ്ട് ആ സ്ഥലമെത്തി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വിലയിരുത്താൻ വ്യക്തിപരമായ ഒരു സന്ദർശനം നടത്താനായി തീരുമാനിച്ചപ്പോഴാണ് പാർട്ടി നേതാവ് അവിടെ എത്തുന്നതും അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇത്രയേറെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അത് ഏത് പാർട്ടിക്കാർ നടത്തിയാലും തെറ്റാണ് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ, കിട്ടാനിരിക്കുന്ന 4 വോട്ട് കൂടി നഷ്ടപ്പെടുത്തരുത്. ഇത്തരത്തിലുള്ള അവിവേകം എന്നല്ല, അബദ്ധങ്ങളിലൂടെ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ അത് ഏറ്റവും ഉചിതമായ സമയത്ത് താമസം വിന ചെയ്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടം, നാശം, തോൽവി സ്വന്തം പ്രസ്ഥാനത്തിനായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ അധ്യായം ഇവിടെ പൂർവ്വമാകുന്ന അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.